അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ഹാപ്പി വിഷു. അപ്പം ഇന്ന് വിഷു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. വിഷു സ്പെഷ്യലായിട്ട് ഞാനൊരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേറെ അധികം ഭയങ്കര ആർഭാടമായിട്ടുള്ള സദ്യയൊന്നും അല്ല കേട്ടോ. ചോറും ഒരു പരിപ്പും പപ്പടവും അവിയലും തോരനും പിന്നെ കിച്ചടി, വെള്ള കിച്ചടിയും റെഡ് കിച്ചടി, നമ്മളെ ബീട്രൂട്ട് കിച്ചടിയും വെച്ച് ഒരു കുഞ്ഞ് സദ്യ. അപ്പോൾ പരിപ്പ് വന്നിട്ട് ഞാൻ നമ്മുടെ ചെറുപയർ പരിപ്പുണ്ടല്ലോ, അതാണ് കേട്ടോ പരിപ്പ് കറിയായിട്ട് വെച്ചത്. മറ്റേ പരിപ്പ് വാങ്ങിക്കാൻ ഞാൻ വിട്ടുപോയി. ഞാൻ എല്ലാം വാങ്ങിച്ച് സെറ്റാക്കി വെച്ച് രാത്രി, പക്ഷേ പരിപ്പിൻ്റെ കാര്യം മാത്രം ഞാനങ്ങ് മറന്നുപോയി. പിന്നെ വലിയ പ്രശ്നമില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, പുറത്തൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ചെറുപയർ പരിപ്പ് വെച്ചിട്ട് തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ റൈസ് കുക്കറിൽ വെച്ച് ചോറെടുത്ത് അടുപ്പിൽ വെച്ചു. എന്നിട്ട് വെള്ളം തലേ ദിവസം രാത്രി തിളപ്പിക്കുന്ന വെള്ളമാണ് കേട്ടോ. ഞാൻ രാവിലെ അതിനെ ഒന്ന് ചൂടാക്കി എടുക്കും. ഇത് വൈകുന്നേരം ആകുമ്പം കഴിയും, പിന്നെ ഞാൻ വൈകുന്നേരം വീണ്ടും തിളപ്പിക്കാറുണ്ട്. അപ്പം ഞാൻ ആദ്യം അതിനെ ചൂടാക്കി അങ്ങ് മാറ്റി, എന്നിട്ട് ചായ ഇടാനാണ് വെക്കുന്നത്. ചായ മൊത്തത്തിൽ ഇടുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഫസ്റ്റ് എനിക്ക് അടുക്കളയിൽ കയറിയ ഉടനെ നമുക്ക് എല്ലാവർക്കും ഒരു ചായ മസ്റ്റാണല്ലോ. അപ്പോൾ ഒരു ചായ എടുത്തിട്ട് ബാക്കി ഞാനങ്ങ് വച്ചിക്കും. അവർക്കുള്ള പങ്കങ്ങ് വീഴ്ത്തി വച്ചേക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർക്കുള്ളതും ഇട്ടിട്ട് തണുപ്പിക്കത്തില്ല, അങ്ങനെ ഒഴിച്ച് വയ്ക്കുമ്പോൾ അവർ എണീക്കുമ്പോഴത്തേനും അത് കറക്റ്റായിരിക്കും. ഇപ്പോൾ ഒരു 5 മണി ആയതേ ഉള്ളൂ. ഇനി അവരെപ്പോൾ എണീക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ചായ ഇട്ട് ഞാനങ്ങ് വയ്ക്കും. അവരുടെ സൗകര്യത്തിന് അവർ എണീറ്റിട്ട് അങ്ങ് കുടിക്കുമല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ മ്യൂട്ട് ചെയ്യുന്നത് എന്താണെന്നറിയാം. ഞാൻ ഇതിലൊത്തിരി സംസാരിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പള്ളിയിലെ പാട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല ഇതിന് കോപ്പിറൈറ്റ് ആകുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇതിനിടയിൽ പാട്ട് നല്ലോണം കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ട് ഇട്ടിട്ട് വോയിസ് കയറ്റുന്നത്. അപ്പം എൻ്റെ ചായ ഇട്ടു. ആദ്യം ഞാൻ കുറച്ച് പൊടി ചേർക്കത്തുള്ളൂ കേട്ടോ. പിള്ളേർക്ക് കുറച്ച് പൊടി ഇട്ട് ചേർത്തിട്ട് അതിന് വോയിസ് എടുത്തിട്ട് ബാക്കി ചായയിൽ പിന്നെ ഞാൻ കുറച്ചുകൂടെ പൊടി ചേർക്കും. നമുക്ക് ഇച്ചിരി കടുപ്പം വേണമല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടെ പൊടി ചേർത്തിട്ടാണ് എടുക്കുന്നത്. എനിക്ക് ചായ ഇങ്ങനെ നല്ലോണം അടിക്കണം കേട്ടോ. അടിക്കാതെ ചായ എടുക്കുന്നത് ഇഷ്ടമല്ല. നല്ലോണം ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നല്ല പതിഞ്ഞ് കിട്ടും. അപ്പോൾ ചായക്ക് കുറച്ചൊരു ടേസ്റ്റ് തോന്നും കേട്ടോ. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ലേ. ഈ ചായ ഇങ്ങനെ കുറേ സമയം അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റ് കൂടുതലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഏത് സമയവും ദേവട്ട് എണീക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചാണ് എണീക്കുന്നുണ്ടോ എന്ന്. കാരണം ഇടയ്ക്ക് എണീച്ച് വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അവനെ ആട്ടണം, ഉറക്കണം, പിന്നെ അവൻ്റെ കൂടെ കിടക്കണം, എല്ലാം ചെയ്യണം കേട്ടോ. പിന്നെ അപ്പോഴത്തേനും ഞാൻ മലക്കറി എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചേ. ഇഡലിക്കുള്ള മാവൊക്കെ നല്ലോണം കലക്കിയെടുത്ത് എല്ലാം അരയ്ക്കേണ്ടതെല്ലാം അരച്ചങ്ങ് സെറ്റാക്കി വെച്ച് കുറേയൊക്കെ അരച്ച് കേട്ടോ. ആദ്യമേ തന്നെ അരച്ച് വെച്ചു. പിന്നെ അത് അരി റെഡിയായി കേട്ടോ. ചോറ് റെഡിയായി. ഞാനിതാ വടിച്ചിനി ഇവിടെ തന്നെ അങ്ങ് വാർത്തിടും കേട്ടോ. ഇത്രയും രാവിലെ ആയതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാറില്ല. പിന്നെ കംപ്ലീറ്റ് ഇവിടെ തന്നെയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ പുറത്ത് അടുപ്പിലിട്ട് ചോറ് വയ്ക്കും കേട്ടോ. എപ്പോഴും അല്ല, വല്ലപ്പോഴും ഒക്കെ എനിക്ക് കൊതി തോന്നുമ്പോൾ, നല്ലൊരാഗ്രഹം തോന്നും അപ്പോൾ മാത്രം. അപ്പോൾ ഇനി നമുക്ക് കറികൾ വെച്ച് തുടങ്ങാം കേട്ടോ. അവിയലിൻ്റെ മലക്കറിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവിയലിൻ്റെ മലക്കറിയിലോട്ട് നമുക്ക് കൂട്ടുവിട്ട് മല്ലിപ്പൊടിയൊന്നും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത്, ഉപ്പ് മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്കങ്ങ് ഗ്യാസ് അടുപ്പിലോട്ട് അങ്ങ് വയ്ക്കാവേ.
കിച്ചണിലേക്ക് കുറച്ച് ഇത് പോയി കരിഞ്ഞെടുത്തിട്ടാണ് ഇതിൻ്റെ പാത്രത്തിലായിട്ട് മാറ്റിയാൽ നമുക്ക് രസം വയ്ക്കാം. രസം വയ്ക്കാൻ ചൂടാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല ഗൈസ്, ഭയങ്കര ജലദോഷവും തുമ്മലും ആയിരുന്നു കേട്ടോ. കംപ്ലീറ്റ് അടുക്കളയിൽ നമുക്ക് തുമ്മിയാണ് കേട്ടോ നിന്നത്. ഭയങ്കര ജലദോഷമായിരുന്നേ. അതുപോലെ തന്നെ ഇന്ന് ദേവൂട്ടനും ഭയങ്കര പണക്കത്തിലായിരുന്നു. നേരത്തെ എണീച്ച് പറയുകയും ചെയ്ത് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ ആള്.
ഇത് കണ്ടില്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഏകദേശം ഒരു 6 മണി ആയിട്ടാണ് കേട്ടോ അതുകൊണ്ട് എണീച്ച് വന്നത്. എൻ്റെ എല്ലാ പ്രതീക്ഷകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കേട്ടോ അവൻ വന്നത്. ഭയങ്കര കരച്ചിലായിരുന്നു, ബഹളമായിരുന്നു. പിന്നെ കുറേ സമയം ഗ്യാസെല്ലാം ഓഫ് ചെയ്തിട്ട് പോയി അവൻ്റെ കൂടെ കിടന്നു. എന്നിട്ട് എനിക്ക് മനസ്സിലായി സംഭവം ശരിയാവത്തില്ല എന്ന്. കാരണം ഏകദേശം 6:30 കിടന്ന് ഞാൻ 7 മണി വരെ അവിടെ കിടന്നിട്ട്, എന്നിട്ട് ഞാൻ അവനെയും കൂടെ എടുത്തിട്ട് പിന്നെ തിരിച്ച് അടുക്കളയിൽ വന്നു. എടുത്ത് വച്ചിട്ട് ജോലി ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ കുറച്ച് സമയം ഇരിക്കും. നല്ല ഉറക്കം ഉണ്ടായിരുന്നു പുള്ളിക്കാരന്. പിള്ളേരൊരു കാര്യമുണ്ട് കേട്ടോ, എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ പിള്ളേർ ഒരിക്കലും ഉറക്കം തെളിയത്തില്ല. അവർക്ക് പിന്നെയും ഉറങ്ങണമെന്ന് പറയും. ഇന്നേ ദിവസമാണ് വിഷുവായിട്ട് 9 മണി വരെ കിടന്നു. കോളേജിൽ പോകണമെന്നൊക്കെ വിചാരിച്ച് സെറ്റ് ചെയ്തതാണ്. അവസാനം ഞാൻ പോകണ്ടെന്ന് വിചാരിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട്, കാണാൻ പറ്റത്തില്ല. 9 മണിയായിട്ടും എണീക്കത്തില്ല. എണീക്കും, പിന്നെയും അവയിൽ കിടക്കണമെന്ന് പറയും, ആട്ടും, പിന്നെയും ഉറങ്ങും. 8 മണിയൊക്കെ ആയപ്പോൾ ആട്ടിയപ്പോഴത്തേന് നല്ല ഉറക്കമായിരുന്നു. അല്ലെങ്കിൽ ഈ പിള്ളേർ ഇങ്ങനെയാണ്, എന്തെങ്കിലും ആവശ്യത്തിന് വന്ന് സമയത്തിന് എണീക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, അല്ലെങ്കിൽ നേരെ വെളുപ്പിന് എണീച്ചിരിക്കും കേട്ടോ ദേവൂട്ടൻ. ഇന്ന് ഞാൻ നന്നായിട്ട് നോക്കി, പക്ഷേ ഒട്ടും രക്ഷയില്ലായിരുന്നു. അവൻ ഉറങ്ങുന്നും ഇല്ലായിരുന്നു, ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങും, ഇടയ്ക്കിടയ്ക്ക് ഉണരും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു 9-9:30 ആയപ്പോൾ എങ്ങനെയും വിളിച്ചുണർത്തി ദേഹം കഴുകി കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് എല്ലാവരും കൂടെ ഒന്ന് പോയി. എന്തായാലും വിഷയമായിട്ട് പോകാണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ലാസ്റ്റ് എനിക്ക് എല്ലാ പണിയായിട്ടാ ഏകദേശം. ഞാൻ ഈ വെക്കുന്നത് അട വേവിക്കാനുള്ള പാത്രമാണ്, വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അപ്പം ചെയ്യുന്നില്ല, എന്തായാലും കോവിലിൽ പോയിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. 7 മണിക്ക് ഓഫാക്കിയതാണ് കേട്ടോ ഞാൻ. പക്ഷെ എനിക്ക് പറ്റിയില്ല. അട വേവിക്കാനുള്ള പാത്രവും ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ പാല് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങാപ്പാലെടുക്കാൻ തേങ്ങ അത്രത്തോളം തിരുവാൻ എനിക്ക് വയ്യെങ്കിട്ട് തേങ്ങയില്ല. പിന്നെ തിരുവാനും വയ്യാഞ്ഞിട്ട് ഞാൻ കവർ പാലാണ് എടുത്തത്. 3 പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ട് അതിലങ്ങ് കാച്ചി വെച്ചത്. അപ്പോൾ തണുത്തിരിക്കുമല്ലോ വരുമ്പോഴത്തേനും ബാക്കി പണി അവിടുന്ന് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത്രത്തോളം ലേറ്റാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. രാവിലെ എണീക്കുകയും ചെയ്തതിൻ്റെ പണിയൊന്നും സമയത്തിനായതുമില്ല. ഫുൾ ടൈം അടുക്കളയിൽ കിടക്കേണ്ട ഒരു ഗതിയായിരുന്നു കേട്ടോ വിഷയമായിട്ട് എനിക്ക് വന്നത്.
അപ്പോൾ ഞാൻ ഇഡലിക്കും കോരി വെച്ചേട്ടാ. ഇഡലിയാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കുന്നത്. അവസാനം ഇഡലിക്കും കോരി വെച്ചിട്ട് പാല് കാച്ചാൻ വെച്ചു. ഇതിനുള്ള പായസത്തിനുള്ള പാലും കൂടെ കാച്ചി മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വേവിച്ച് വെച്ചില്ലേ ചെറുപയർ, അതാണ് ഈ അടിച്ചെടുക്കുന്നത്. ചെറുപയർ വേവിച്ച് വെച്ചതിന് അടിച്ചെടുക്കുകയാണ് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട്. അടിച്ചെടുത്ത് അതിന് നമുക്ക് കടുവറുത്ത് ചൂടാക്കി എടുത്താൽ മതി. അപ്പം പരിപ്പ് കറി റെഡിയായി. അവിയലായി, തോരനായി, സാമ്പാറായി, 2 കിച്ചടിയായി, പിന്നെ പരിപ്പ് കറിയായി. ഇനി എനിക്ക് പപ്പടം ഞാൻ കഴിക്കാൻ സമയത്ത് കാച്ചത്തുള്ളൂ, കാരണം കാച്ചി വയ്ക്കത്തില്ല. അങ്ങനെ ഇവിടെ പപ്പടം കഴിക്കുന്ന ആരുമില്ല. ദേവട്ടം കാണുകയാണെങ്കിൽ പറക്കിക്കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് പിന്നെ തൂക്കാൻ തന്നെ സമയം. അതുകൊണ്ട് ഞാനങ്ങ് പപ്പടം കാച്ചി വയ്ക്കാറില്ല, സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാറില്ല. ആവശ്യത്തിന് മാത്രം കാച്ചി എടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ പരിപ്പ് കറി റെഡിയായി. ഞാൻ ഒഴിച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. പിന്നെ ലാസ്റ്റ് ചേട്ടൻ ഒരാൾക്ക് ചായ ചൂടാക്കുകയാണ്. ചേട്ടൻ എണീച്ചു. ഇപ്പോഴാണ് എണീച്ചത് ചേട്ടാ. 8 മണിയാകും 7 തോന്നുന്നു. അപ്പോൾ എണീച്ചു. അപ്പോഴത്തേനും ഞാൻ ചായ കുറച്ചൊന്ന് തണുത്ത് പോയി. കാരണം നമ്മൾ 5 മണിക്ക് ഉണ്ടാക്കിയ ചായയല്ലേ. പിള്ളേർക്കാണെങ്കിൽ കണക്കായിരിക്കും, തണുത്ത് നല്ലോണം തണുക്കുന്നു. എന്നാലും ചെറിയൊരു ചൂടോടുകൂടി അവർക്ക് കുടിക്കാൻ പറ്റും. പക്ഷേ ഇത് തീരെ അങ്ങ് തണുത്ത് പോയതുകൊണ്ട് ഞാൻ ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ചൂടോടുകൂടെ കുടിക്കട്ടെ വിഷമായിട്ടെന്ന് വിചാരിച്ച് അങ്ങനെ ചായ ചൂടാക്കിയിട്ട് ചേട്ടനുള്ള ചായ ചൂടാക്കി കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ സദ്യയെല്ലാം റെഡിയായി. നമ്മളെല്ലാവരും കൂടെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. ഞാൻ എല്ലാവർക്കും ഇലയിലങ്ങ് വിളമ്പി വെച്ചു. 4 ഇല ഇട്ടിട്ടുണ്ട്. ചേട്ടനും എനിക്കും വാവച്ചിക്കും ദേവൂട്ടനും. പക്ഷേ ദേവൂട്ടനെ നന്നായിട്ട് വിളിച്ചിട്ട് ദേവൂട്ടൻ വന്നില്ല കേട്ടോ. ആ ഒരില അങ്ങനെ തന്നെ കിടന്ന്. പിന്നെ ഞാൻ അവന് പ്ലേറ്റിൽ വെച്ചിട്ടാണ് കൊടുത്തത്. എല്ലാവരോടും കൂടെ ഇരുന്ന് ഇലയിൽ കഴിക്കുമെന്ന് ഞാൻ വെറുതെ വിചാരിച്ചു. പക്ഷെ അവ ഇരുന്നില്ലായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. എല്ലാവർക്കും വിഷുവൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ ചേട്ടൻ ഉണ്ടായിരുന്നുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, അടിച്ചു പൊളിച്ചങ്ങ് പോയേട്ടാ. കോവിലിൽ പോകാൻ മാത്രം കുറച്ച് ലേറ്റായിപ്പോയി, എന്നാലും നമ്മൾ പോയി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. പക്ഷേ വീഡിയോ വരുന്നത് ലേറ്റായിട്ടാണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനും ഒക്കെ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എൻ്റെ വീഡിയോ വരുന്നത്. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.